ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. അതിനായി നമുക്ക് തൊലി കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട, അത് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കാം. അതിനായി നമുക്കിത് നന്നായിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്തതിന് ശേഷം വെള്ളം വച്ചിട്ടുണ്ട്. അതിനായി പഴം ഇവിടെ പുഴുങ്ങിയെടുക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എന്നിട്ട് മാവ് വേണം. അതിനായി പുട്ടിൻ്റെ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുട്ടിൻ്റെ മാവ് നന്നായിട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. അതിനായി നനച്ച് വെച്ചതെന്ന് വെച്ചാൽ പുട്ടിൻ്റെ മാവ് ഇത്തിരി കുവന്ന് വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് നനച്ചെടുത്തിട്ടുള്ളത്. പഴം ഇവിടെ തയ്യാറായിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴവും തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതിന് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചൂടോടെ തന്നെ നമുക്കതിലേക്കിട്ട് ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ചൂടാറുന്നതിന് മുന്നേ തന്നെ കുഴയ്ക്കണം. നല്ല ചൂടിലല്ല, ഇത്തിരി ഒന്ന് തണുത്തതിന് ശേഷം കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അതിനെ നമുക്ക് അതിൽ കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ഇടണം. പക്ഷേ ഞാൻ ചതച്ചാണ് ഏലക്കാപ്പൊടി ഇടുന്നത്. നല്ല ടേസ്റ്റുള്ളതും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട. നമുക്ക് ഒരു സ്നാക്സായിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ എപ്പോഴും വേണമെങ്കിലും കഴിക്കാൻ കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് അത്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നന്നായിട്ട് കുഴയ്ക്കണം. നന്നായിട്ട് കുഴച്ചെടുത്താലേ നല്ല പരുവം വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഏലക്കപ്പൊടി അല്ലാത്തത് കൊണ്ട് ഏലക്ക ചതച്ചാണ് ഞാൻ ഇടുന്നത്. അതിനായി തേങ്ങ വേണം, ശർക്കര വേണം. ഏലക്ക ചതച്ചാണ് ഇടുന്നത്. കുറച്ച് തേങ്ങയിൽ കൂടെയും ഇടുന്നുണ്ട്. തേങ്ങയിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചിട്ട് നമുക്കൊരു ബോളായിട്ട് എടുക്കാം. എടുത്തിട്ട് ഒറ്റയ്ക്കാണ് ക്യാമറ പിടിക്കുന്നത്, അതുകൊണ്ടാണ് എല്ലാം നല്ലതുപോലെ കാണിക്കാൻ പറ്റാത്തത്. തേങ്ങയും ശർക്കരയും കൂടെ ഒരുമിച്ച് ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അത് പരത്തിയതിന് ശേഷം അതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്താൽ മതി. വെച്ചിട്ട് നമ്മൾ വെച്ച കൊഴുക്കട്ട ഉണ്ടാക്കും പോലെയാണ്. പക്ഷേ കൊഴുക്കട്ടയല്ല. കൊഴുക്കട്ടയെന്ന് പറയുമ്പോൾ പഴം ചേരില്ലല്ലോ. ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നല്ല ഒരു ടേസ്റ്റും രുചിയുമാണ്. നമ്മൾ കഴിച്ചാലും വീണ്ടും നമുക്ക് കഴിക്കണമെന്ന് തോന്നും. നമ്മൾ ഒരെണ്ണം കഴിക്കുന്നവർ 2-3 എണ്ണം കഴിക്കും.
അത്ര ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്, പുഴുങ്ങിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. 4 മണിക്കായാലും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. നമ്മളെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരണം. തിളയ്ക്കുന്ന നമ്മൾ വെച്ച് കൊടുത്താൽ കുഴപ്പമില്ല. ഇനി അതിനകത്ത് ഇറക്കി വയ്ക്കാം. സ്റ്റീമറിനകത്ത് എല്ലാം പറക്കി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ആകുമ്പോഴേ ഇത് നമുക്ക് വെന്ത പഴവും ആയതുകൊണ്ട്, മാവ് പുട്ടിൻ്റെ മാവായതുകൊണ്ടും പെട്ടെന്ന് തന്നെ ആവി കയറിയാൽ വെന്ത് കിട്ടുന്നതാണ്. ഒരുപാട് ആവിയൊന്നും കയറണ്ട. ഇവിടെ എല്ലാം തയ്യാറായിട്ടുണ്ട്.